ഹലോ, ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് സൽക്കാര വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞങ്ങളെല്ലാവരും ഒന്ന് വല്യച്ഛൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ, അമ്മ, ഏട്ടൻ, ശ്രീമോള്, അമ്പാടി. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്രയും പേര് വല്യച്ഛൻ്റെ വീട്ടിൽ, അതായത് അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി ഞാനൊരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. പിന്നെ ഞാനത് ലോങ് ആക്കാമെന്ന് കരുതി കേട്ടോ. അവിടെ എത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ ഇതാ ആൽബമൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീമോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമാരുടെ ആൽബമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഞാൻ ചേച്ചിമാരുടെ അടുത്ത് തന്നെയായിരിക്കും കേട്ടോ. സ്കൂൾ വെക്കേഷൻ 2 മാസമൊക്കെ പൂട്ടുമല്ലോ, ആ സമയത്ത് 2 മാസവും ചിലവഴിക്കുന്ന ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഞാൻ വേറെ എവിടെയും അങ്ങനെ പോയി താമസിക്കലൊന്നുമില്ല. പക്ഷേ ചേച്ചിമാരുടെ അടുത്ത് ഈ വീട്ടിൽ തന്നെയായിരിക്കും. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നുമല്ല കേട്ടോ, ഇത് വടകര, നമ്മുടെ കുട്ടോത്ത്, പതിയാരക്കര, അതെ, പണിക്കോട്ടി പതിയാരക്കരയാണ് പറയുന്ന സ്ഥലം. എൻ്റെ വീട് കുന്നുമക്കരയാണല്ലോ. ഞാൻ +1 പഠിക്കുമ്പോൾ സമയത്താണ് ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോ, മൂത്ത ചേച്ചീൻ്റെ. അപ്പോൾ ഞങ്ങളതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ അടുത്ത ഇപ്പോൾ ലുട്ടു ചേച്ചീൻ്റെ ആൽബമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതേപോലെ ലുട്ടു ചേച്ചീൻ്റെ കല്യാണം കഴിയുമ്പോൾ ഏതാണ്ട് ഞാനൊരു നഴ്സിംഗ് 2nd ഇയർ 3rd ഇയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഏതാണ്ട് കുതിരവട്ടത്ത് പോസ്റ്റിങ്ങുള്ള ആ സമയത്താണെന്ന് തോന്നുന്നു ചേച്ചീൻ്റെ കല്യാണം. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ലീവ് എടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതാ സംസാരിച്ചുകൊണ്ട് ആൽബമൊക്കെ നോക്കുകയാണ്. അമ്പാടി അപ്പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറയാലോ, ഈ വീഡിയോ കാണുമ്പോൾ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ ആ ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ നയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആൽബമൊക്കെ നോക്കി കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡൊക്കെ ഈ ചേച്ചിമാരത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ലുട്ടു ചേച്ചിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ബിരിയാണി. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ശ്രീമോളും ഏട്ടനും അമ്പാടിയും ഒക്കെ ഉണ്ട് അപ്പുറത്ത്. ലാസ്റ്റ് അമ്പാടി ഇതാ എൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ. എന്നെയും കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി കൈയൊക്കെ കഴുകി ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ്. പിന്നെ ഞാൻ എന്തായാലും ഒരു ലോങ് വീഡിയോ ചേച്ചിമാരൊക്കെ കാണിക്കാമല്ലോ. ഈ ഒരു വീട്ടിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിദ്യേശിൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ ആൽബമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ അവർ ടേബിളിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനും ശ്രീമോളും അവിടെ ഇരുന്ന് ഫോണിൽ നോക്കുന്നുണ്ട്, TV കാണുന്നുണ്ട്. ഞങ്ങൾ കുറേ നാളായി ഇപ്പോൾ വന്നിട്ട്. ഇടയ്ക്ക് ഇപ്പോൾ വരവ് കുറവാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ. കല്യാണം കഴിഞ്ഞ പിന്നെ ഫുള്ള് ബിസിയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഓരോരുത്തരും ഓരോ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വല്യമ്മ അതിലൂടെ നടക്കുന്നുണ്ട്. വല്യച്ഛനുണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്ത് പോയിട്ടാണുള്ളത് കേട്ടോ. ഇവാനിയനെ ഡാൻസ് ക്ലാസ്സിന് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കാൻ പോയതാണ്. അപ്പോൾ അവൾക്ക് ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വല്യച്ഛൻ കൊണ്ടാക്കാൻ പോയി. അപ്പോൾ ഞങ്ങളോട് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ടുണ്ട്. ചേച്ചിമാരൊക്കെ പിന്നെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പിടിച്ചിരുത്തി കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് കൊടുക്കുന്ന സമയത്താണെങ്കിൽ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ബിരിയാണിയൊക്കെ ആസ്വദിച്ച് കഴിക്കായിരുന്നു. ലുട്ടു ചേച്ചി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വല്യച്ഛനും വല്യമ്മയും ചേച്ചിമാരും ഒക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങളിത് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടുന്ന് മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. പിന്നെ പണ്ട് ഞാൻ എന്താ പറയുക, കുട്ടിക്കാലത്ത് ഇവിടുന്ന് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മുറ്റം നിറച്ചും കുറേ ചെടിച്ചട്ടികളും ചെടികളും ഒക്കെ ആയിരുന്നു കേട്ടോ. റോസിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ തൈകളുണ്ടായിരുന്നു. ഇപ്പം വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ മണി പ്ലാന്റും അടിപൊളി റോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ മുറ്റം നിറച്ചും ഒരു സൈഡ് മൊത്തം ചെടിച്ചട്ടിയും ചെടികളും ആയിരുന്നു. ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നു കേട്ടോ. കാരണം ഇവിടുന്ന് മെയിനായിട്ട് എൻ്റെ ജോലി ചെടി നനയ്ക്കലും അതുപോലെ ചെറുതായിട്ട് മുറ്റടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും ബെഡിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സംസാരവും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അമ്പാടി ഇത് അവിടെ നിന്ന് കണ്ണടയൊക്കെ വെച്ച് ഭയങ്കര എന്താ പറയുക കൊശൂലാണ് കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് കണ്ണട വയ്ക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇതാ എന്തൊക്കെയോ സംസാരിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചേച്ചിമാർ കസിൻസ് എല്ലാവരും കൂടിയായിരുന്നു. അവിടെ നിന്ന് സംസാരവും കളിയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് എന്താ പറയുക ഇങ്ങോട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നത്. ഏട്ടൻ മിക്കപ്പോഴും ഇവിടെ നാട്ടിലുണ്ടാവില്ല. അതുകൊണ്ട് ഏട്ടനും വളരെ കുറവാണ് വരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അഭ്യാസ പ്രകടനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവാനി എത്തിയിട്ടുണ്ട് കേട്ടോ, ഡാൻസൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇന്ന് അവർക്ക് എന്തോ എവിടെയോ തിറയൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം.
അപ്പോൾ ചേച്ചിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരമായ പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വല്യമ്മ എനിക്കും അതേപോലെ വീട്ടിലേക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് ചെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ വിജി ഷട്ടനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ലിൻസി ചേച്ചീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് നാരായണ നഗറിലാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, വടകര. അപ്പോൾ അവിടുന്ന് നഴ്സറി കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു നഴ്സറി കയറി അവിടുന്ന് ഒരു ചെടി, ഈ ഒരു ചെടിയാണ് മേടിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത നഴ്സറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നാരായണ നഗറിൽ, ഏതാണ്ട് അവിടെ അടുത്താണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല പൂക്കളുള്ള ചെടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികളൊക്കെ മേടിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ കുറേ ചെടികളൊക്കെ അമ്മയും ഏട്ടനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുമ്പോൾ വ്ളോഗൊക്കെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.